വ്യൂവേഴ്സ്, എല്ലാവർക്കും ദിജോസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ സംസാരിക്കുന്നത് പ്രഗ്നൻ്റ് ആകുന്ന സമയത്ത് നമ്മുടെ ബെല്ലി ബട്ടണിന്, അതായത് നമ്മുടെ പൊക്കിളിൽ സംഭവിക്കുന്ന 6 മാറ്റങ്ങളെ പറ്റിയിട്ടാണ്. പ്രഗ്നൻ്റ് ആകുന്ന സമയത്ത് ഓരോ ശരീരഭാഗങ്ങളിലും ഡിഫറെൻ്റ് ആയിട്ടുള്ള ലക്ഷണങ്ങൾ ഉണ്ടാകും. ഒരു സ്ത്രീക്ക് ഫസ്റ്റത്തെ പ്രഗ്നൻസിയിൽ ഉണ്ടായ ലക്ഷണമായിരിക്കില്ല സെക്കൻഡ് പ്രഗ്നൻസിയിൽ ഉണ്ടാകുന്നത്. അതുപോലെ തന്നെ കൂടപ്പറപ്പുകൾക്കാണെങ്കിലും ഒരു ചേച്ചിക്ക് ഉണ്ടാകുന്ന ലക്ഷണമായിരിക്കില്ല അനിയത്തിക്ക് ഉണ്ടാകുന്നത്. ഇവർക്ക് രണ്ടുപേർക്കും ഉണ്ടായ ലക്ഷണങ്ങളായിരിക്കില്ല നിങ്ങളുടെ അമ്മയ്ക്ക് ഉണ്ടായത്. അതുകൊണ്ട് തന്നെ ഓരോരുത്തർക്കും വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള പ്രഗ്നൻസി ലക്ഷണങ്ങളുണ്ട്. ഇതിനെ ആദ്യം കണ്ടുപിടിക്കുകയാണ് നമ്മൾ ചെയ്യേണ്ടത്. അതിന് നമ്മൾ ചെയ്യേണ്ട കാര്യം നമ്മുടെ ബോഡിയെ ശ്രദ്ധിക്കുക. നമ്മളുടെ ശരീരത്തിൽ ഇംപ്ലാന്റേഷൻ നടക്കുന്ന സമയം മുതൽ എന്തെല്ലാം മാറ്റങ്ങളാണ് ഉണ്ടാകുന്നതെന്ന് നമ്മൾ ഇവാലുവേറ്റ് ചെയ്യുക കേട്ടോ. അങ്ങനെ ഒരുപാട് പ്രഗ്നൻസി ലക്ഷണത്തിനെ പറ്റിയിട്ടുള്ള വീഡിയോസ് നമ്മുടെ ചാനലിൽ കൊടുത്തിട്ടുണ്ട്. അത് കാണാൻ വേണ്ടിയിട്ട് ദിജോസ് വേൾഡ് എന്ന് പറയുന്ന നമ്മുടെ ചാനൽ വിസിറ്റ് ചെയ്തതിന് ശേഷം പ്ലേലിസ്റ്റ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ നിങ്ങൾ പ്രസ് ചെയ്യുക. അതിൽ ഏർലി പ്രഗ്നൻസി സിംറ്റംസ് എന്നൊരു പ്ലേലിസ്റ്റ് ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് നിങ്ങൾക്ക് കാണാവുന്നതാണ്. ഡിഫറെന്റ് പ്രഗ്നൻസി സിംറ്റംസിനെ പറ്റിയിട്ട് വീഡിയോസ്, ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോസ് അതിലുണ്ട് കേട്ടോ. അപ്പൊ നമുക്ക് ഇതിനെ പറ്റി സംസാരിക്കാം. വീഡിയോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നമ്മുടെ ചാനലിൽ ജോയിൻ എന്ന് പറയുന്നൊരു ഓപ്ഷൻ ഇനേബിൾ ആക്കി ഇട്ടിട്ടുണ്ട്. ദിജോസ് വേൾഡ് എന്ന് പറഞ്ഞ യൂട്യൂബിൽ നിങ്ങൾ സെർച്ച് ചെയ്ത് വന്നു കഴിഞ്ഞാൽ ചാനൽ ഓപ്പൺ ആയി കഴിഞ്ഞാൽ അതിൽ നമുക്ക് ജോയിൻ എന്ന് പറയുന്നൊരു ഓപ്ഷൻ കാണാനായിട്ട് സാധിക്കും. നിങ്ങൾക്ക് വളരെ പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങൾ, ഒട്ടും തന്നെ കമന്റ് സെക്ഷനിൽ ചോദിക്കാൻ പറ്റാത്ത കാര്യങ്ങൾ ചോദിക്കാൻ വേണ്ടിയിട്ടും, അതുപോലെ വോയിസ് ചാറ്റ് അല്ലെങ്കിൽ എന്തെങ്കിലും അറ്റാച്ച്മെന്റ്സ് ഒക്കെ സെൻഡ് ചെയ്ത് അയക്കണം, അങ്ങനെയൊക്കെ ഇൻട്രസ്റ്റ് ഉള്ളവരാണെങ്കിൽ അവർക്ക് വേണ്ടിയിട്ടാണ് ജോയിൻ ബട്ടൺ ഇനേബിൾ ആക്കി കൊടുത്തിരിക്കുന്നത് കേട്ടോ. ഇതിൽ ഞാൻ പ്രൊവൈഡ് ചെയ്യുന്നത് ടെലഗ്രാം ഗ്രൂപ്പാണ്. നിങ്ങൾ അതിൽ ജോയിൻ ബട്ടണിൽ ക്ലിക്ക് ചെയ്തിട്ട് 89 രൂപയോടോ 159 രൂപയുടെ മെമ്പർഷിപ്പ് എടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ടെലിഗ്രാമിന്റെ ലിങ്ക് പ്രൊവൈഡ് ചെയ്യുന്നതാണ്. അതിൽ ഡയറക്റ്റ് ആയിട്ട് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ടെലിഗ്രാം അക്കൗണ്ടിലോട്ട് ഡയറക്റ്റ് ആയിട്ട് പോകാനായിട്ട് സാധിക്കും. യാതൊരു തരത്തിലുള്ള നമ്പേഴ്സോ ഫോൺ കോൺടാക്ട്സോ ഒന്നും നമ്മൾ അതിൽ ഷെയർ ചെയ്യുന്നില്ല. അതുകൊണ്ട് തന്നെ തീർത്തും സെക്യൂർ ആയിട്ടുള്ളതാണ് നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പ്. അപ്പോൾ ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള ആളുകൾക്ക് ടെലിഗ്രാം അക്കൗണ്ടിലോട്ട് ജോയിൻ ആകാവുന്നതാണ്. ജോയിൻ ബട്ടൺ പ്രസ് ചെയ്യുക, അതോടൊപ്പം തന്നെ പേയ്മെന്റ് നടത്തുക. ശേഷം 89ഉം 159 രൂപയ്ക്കുമാണ് കേട്ടോ മെമ്പർഷിപ്പ് ഉള്ളത്. അതുപോലെ തന്നെ ഇത് നിങ്ങൾ ചെയ്ത് കഴിഞ്ഞ് മെമ്പർഷിപ്പ് എടുത്തു കഴിഞ്ഞിട്ട് എഗെയിൻ നിങ്ങൾ ഒന്നുകൂടി ചാനലിൽ കയറി നോക്കുക. അതിൽ പോസ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓപ്ഷൻ കാണാനായിട്ട് സാധിക്കും. അതിൽ ക്ലിക്ക് ചെയ്തിട്ട് നമ്മൾ സ്ക്രോൾ ചെയ്ത് പോവുകയാണെങ്കിൽ താഴേക്ക് മെമ്പേഴ്സ് ഓൺലി ആയിട്ടുള്ള പോസ്റ്റ് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. അതിൽ ടെലിഗ്രാമിന്റെ ലിങ്ക് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അതിൽ നിങ്ങൾക്ക് പ്രസ് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പൊ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. നമ്മുടെ യൂട്രസിന് തൊട്ട് മുകളിൽ നിൽക്കുന്ന ഒരു ഭാഗമായതുകൊണ്ട് തന്നെ യൂട്രസിൽ സംഭവിക്കുന്ന പല വ്യത്യാസങ്ങളും നമ്മുടെ പൊക്കിളിന്റെ ഭാഗത്തും നമ്മുടെ ലോവർ അബ്ഡമൻ ഭാഗത്തും അതുപോലെ തന്നെ നേരെ പുറകിൽ നിൽക്കുന്ന നമ്മുടെ നടുവിന്റെ ഭാഗത്തും ഒക്കെ ഫീൽ ചെയ്യാറുണ്ട്. ഇങ്ങനെ പൊക്കിളിൽ സംഭവിക്കുന്ന സുപ്രധാനമായിട്ടുള്ള മാറ്റങ്ങളിൽ ഏറ്റവും ആദ്യത്തെ ഒരു മാറ്റം എന്ന് പറയുന്നത് ചൊറിച്ചിലാണ്. പ്രഗ്നന്റ് ആകുമ്പോൾ ചൊറിച്ചിലുണ്ടാവുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് ചൊറിച്ചിലുണ്ടാകും. കാരണം ഏറ്റവും കൂടുതൽ നമുക്കിത് അനുഭവപ്പെടുന്നത് നമ്മുടെ ഫസ്റ്റത്തെ പ്രഗ്നൻസിയിലായിരിക്കും. നമ്മുടെ യൂട്രസ് അതുവരെ എക്സ്പാൻഡ് ആയിട്ടില്ല. അങ്ങനെ വരുന്ന സമയത്ത് യൂട്രസ് എക്സ്പാൻഡ് ആവാനായിട്ട് തുടങ്ങുമ്പോഴേക്കും ഫ്ലാറ്റ് ടമ്മി ഉള്ളവരുണ്ടാവുമല്ലോ, അതായത് വയറൊട്ടുമില്ലാതെ ഒട്ടിയിരിക്കുന്നവരുണ്ടാകും. ഇങ്ങനെയുള്ളവർക്ക് യൂട്രസ് എക്സ്പാൻഡ് ആവാനായിട്ട് തുടങ്ങുമ്പോഴേക്കും അതിന് ചുറ്റുമുള്ള മസിൽസിന്റെ ആ ഒരു എക്സ്പാൻഷൻ ഒക്കെ വളരെ എളുപ്പത്തിൽ ഫീൽ ചെയ്യാനായിട്ട് തുടങ്ങും. പൊക്കിളിന് ചുറ്റുമുള്ള ഏരിയ, അതുപോലെ അവരുടെ ലോവർ അബ്ഡമന്റെ ഭാഗം, പൊക്കിളിനും ലോവർ അബ്ഡമനും ഇടയിലുള്ള ഭാഗം, ഇവിടെയൊക്കെ നിങ്ങൾക്ക് ചൊറിച്ചിൽ അനുഭവപ്പെടാനായിട്ട് തുടങ്ങും. അതുപോലെ തന്നെ ആ ഭാഗത്തോട്ട് നമ്മുടെ യൂട്രസിലോട്ടുള്ള ബ്ലഡ് സർക്കുലേഷൻ വർദ്ധിക്കുന്നതിന്റെ ഭാഗമായിട്ട് അവരുടെ വെയിൻസ് ഒക്കെ, ആ ഭാഗത്തുള്ള വെയിൻസ് ഒക്കെ ഒന്ന് എക്സ്പാൻഡ് ആവാനായിട്ട് തുടങ്ങും. ഇതിന്റെ ഭാഗമായിട്ടും നമുക്ക് നമ്മുടെ നേവൽ പോർഷനിൽ, നമ്മുടെ പൊക്കിളിന്റെ ഭാഗത്ത് ചൊറിച്ചിൽ അനുഭവപ്പെടാനായിട്ട് സാധ്യതയുണ്ട് കേട്ടോ. അങ്ങനെ നിങ്ങൾ ചൊറിച്ചിലൊക്കെ അനുഭവപ്പെടുമ്പോഴേക്കും എന്തെങ്കിലും ലോഷൻ നിങ്ങൾ അപ്ലൈ ചെയ്ത് കൊടുക്കുക. അല്ലെങ്കിൽ അങ്ങനെ ഒരു ലോഷനും കയ്യിലില്ലെങ്കിൽ കോക്കനട്ട് ഓയിൽ ആണെങ്കിൽ നിങ്ങൾ അപ്ലൈ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഒരു ആശ്വാസം നിങ്ങൾക്ക് കിട്ടും കേട്ടോ. രണ്ടാമതായിട്ട് സംഭവിക്കുന്ന ഒരു ബുദ്ധിമുട്ട് കുത്തി വേദന വരികയാണ്. പൊക്കിളിന്റെ അവിടെ വേദന എടുക്കുക എന്ന് പറയില്ലേ, ആ ബുദ്ധിമുട്ട്. ശരിക്കും നമുക്ക് വേദന ഉണ്ടാകുന്നത് ഏറ്റവും കൂടുതൽ ആ യൂട്രസ് എക്സ്പാൻഡ് ആകുമ്പോൾ ആ ഭാഗത്തൊക്കെ ആയിരിക്കും. പക്ഷെ അതിനൊരു പ്രഷർ നമുക്ക് കൂടുതലായിട്ട് വരുമ്പോഴേക്കും നിങ്ങൾക്ക് ആ പൊക്കിളിന്റെ ഭാഗത്തും വളരെ കുത്തിയായിട്ടുള്ള വേദന അനുഭവപ്പെടുന്നു. നമുക്ക് പ്രഗ്നന്റ് ആകുന്ന സമയത്ത്, അതായത് ഇംപ്ലാന്റേഷൻ നടക്കുന്ന സമയം മുതൽ തന്നെ കുത്തുന്നത് പോലെയും കൊളുത്തി വലിക്കുന്നത് പോലെയൊക്കെ ഉള്ള ഒരു വേദന വയറിൽ ഫീൽ ചെയ്യാറില്ലേ. ഇതിന്റെ ഒരു സെൻസേഷൻ നമുക്ക് പൊക്കിളിന്റെ ഭാഗത്തും അനുഭവപ്പെടുകയാണ് ചെയ്യുന്നത് കേട്ടോ. മൂന്നാമതായിട്ടുണ്ടാകുന്ന ഒരു മാറ്റം എന്ന് പറയുന്നത് നമ്മുടെ ബെല്ലി ബട്ടന്
ഉണ്ടാകുന്ന വര നമ്മുടെ വെള്ളി വട്ടനെ ക്രോസ് ചെയ്തിട്ട് ലോവർ അബ്ഡമൻ ഭാഗത്തും അടിവയറിന്റെ ഭാഗത്തും അതുപോലെ തന്നെ നമ്മുടെ ബ്രസ്റ്റിന് ഏകദേശം അടുക്കെയുള്ള ആ ഒരു ഭാഗത്തും ഒക്കെ ഒരു വര വരാറുണ്ട്, കറുത്ത വര. ലീനിയ നീഗ്ര എന്നാണ് ഈ വരയുടെ പേര്. പ്രഗ്നന്റ് ആകുന്ന ഒട്ടുമിക്ക സ്ത്രീകൾക്കും ഉണ്ടാകുന്ന ഒരു വരയാണിത്. ചിലർക്ക് സെക്കൻഡ് ട്രൈമസ്റ്റർ ഒക്കെ ആവുന്ന സമയത്തായിരിക്കും ഇങ്ങനെ ഉണ്ടാകുന്നത്. ചിലർക്ക് നോർമലി ഫസ്റ്റത്തെ ട്രൈമസ്റ്ററിൽ തന്നെ ഇതിന്റെ കളർ കൂടുതലായിട്ടും വരാനായിട്ട് തുടങ്ങും. നമുക്ക് ചില ആളുകൾക്കൊക്കെ ഓൾറെഡി ഇത് ഉള്ളതാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ചെറുതായിട്ട് കുറച്ചൊന്ന് ഡാർക്ക് ആയിട്ട് വരുന്നത് ഈ പ്രഗ്നൻസി സമയത്ത് ഫീൽ ചെയ്യാം കേട്ടോ. ഫസ്റ്റ് പ്രഗ്നൻസിയിൽ ഇത് ഉള്ളവർക്ക് ഇതിപ്പോൾ ലൈറ്റ് ആയിട്ടായിരിക്കും ഈ ഒരു വര കാണുന്നത്. ഇനി അത് പ്രഗ്നന്റ് ആകുന്ന സമയത്ത് നിങ്ങൾക്ക് സെക്കൻഡ് പ്രഗ്നന്റ് ആകുന്ന സമയത്ത് ആ വര കുറേയും കൂടി ഡാർക്ക് ആയിട്ടും അനുഭവപ്പെടും കേട്ടോ. ഇതും പൊക്കളിൽ ഉണ്ടാകുന്ന ഒരു മാറ്റമാണ്. നാലാമത്തെ ഒരു ചേഞ്ചസ് എന്ന് പറയുന്നത് നമ്മുടെ ബെല്ലി ബട്ടൺ ഭയങ്കര ഹാർഡായിട്ട് അനുഭവപ്പെടുക. നമുക്ക് പൊക്കിളിന്റെ അവിടെ തൊടുമ്പോൾ തന്നെ ഭയങ്കര ഒരു കട്ടിപ്പ്, അതായത് ഒരു കല്ലപ്പ് നമുക്ക് അനുഭവപ്പെടുക. ഏകദേശം ബ്ലോട്ടിംഗ് എന്നൊക്കെ പറയില്ലേ, നമ്മുടെ വയറിങ്ങനെ നീര് വീഴുന്ന സമയത്തോ അല്ലെങ്കിൽ വയറിലെ ഭക്ഷണം ദഹിക്കാതെ കിടക്കുന്ന സമയത്തോ വയറ് ഗ്യാസ് വന്ന് തിങ്ങി നിൽക്കുന്ന സമയത്തോ ഒക്കെ ആയിരിക്കും നമുക്കിത് അനുഭവപ്പെടുന്നത്. നോർമൽ ഈ വീഡിയോ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ വയറൊന്ന് ഞെക്കി നോക്കിക്കേ, ബെല്ലി ബട്ടന്റെ അവിടെ ഒന്ന് ഞെക്കി നോക്കിക്കേ, അത് ഉള്ളിലോട്ട് പോകുന്നത് നിങ്ങൾക്ക് നല്ലോണം ഫീൽ ചെയ്യില്ലേ. പക്ഷെ ഗ്യാസ് വന്ന് തിങ്ങി നിൽക്കുന്ന സമയത്ത് നിങ്ങൾ അതൊന്ന് ഞെക്കി നോക്കിയേ, അത്ര എളുപ്പത്തിൽ അതങ്ങോട്ട് ഉള്ളിലോട്ട് പോവില്ല. ഇത് കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങൾക്ക് ഇത് അനുഭവപ്പെടുകയാണെങ്കിൽ, ഇപ്പൊ ഒരു ദിവസം നിങ്ങൾ ഗ്യാസ് ഫോം ചെയ്യുന്ന എന്തെങ്കിലും ഭക്ഷണം കഴിച്ചു, അല്ലെങ്കിൽ നിങ്ങൾ കുമ്പിട്ട് നിവർന്ന് ഒരുപാട് ജോലികൾ ചെയ്തപ്പോൾ വയറ് നീര് വീണു, അങ്ങനെയൊക്കെ വരുമ്പോഴേക്കും നിങ്ങൾക്ക് ഇത് ഒരു തവണ ഉണ്ടാവുന്നതൊക്കെ നോർമലാണ്. പക്ഷേ കണ്ടിന്യൂസ് ആയിട്ട് ഈ ഒരു ബുദ്ധിമുട്ട് നിങ്ങൾക്ക് വരുന്നുണ്ടെങ്കിൽ, ബെല്ലി ബട്ടന്റെ അവിടെയൊക്കെ പ്രസ് ചെയ്ത് നോക്കുമ്പോൾ ഭയങ്കര ഹാർഡായിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ അത് പ്രഗ്നന്റ് ആയതിന്റെയും കൂടി ഒരു സൂചനയാവും കേട്ടോ. അടുത്ത രണ്ട് ബുദ്ധിമുട്ടുകളും നിങ്ങൾക്ക് അനുഭവപ്പെടുന്നത് ഒരു ഫസ്റ്റ് ട്രൈമസ്റ്റർ ഒക്കെ കഴിയുന്ന സമയത്തായിരിക്കും. നമ്മുടെ കുഞ്ഞിന് വളർച്ചയൊക്കെ ഒന്ന് ആയി വരുന്ന സമയത്തായിരിക്കും നിങ്ങൾക്ക് ഇത് അനുഭവപ്പെടുന്നത് കേട്ടോ. ഇപ്പൊ ഫസ്റ്റ് ടൈം പ്രഗ്നന്റ് ആകുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു ചേഞ്ചസ് എളുപ്പത്തിൽ ഫീൽ ചെയ്യാം. അതായത് നിങ്ങളുടെ പൊക്കിളിന്റെ ഇന്നർ പോർഷൻ, പൊക്കിളിപ്പോൾ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ പൊക്കിളിൽ നിങ്ങളുടെ ഇന്നർ പോർഷൻ ഉണ്ടാകും, അത് നമുക്ക് ഉള്ളിലോട്ടിരിക്കുന്ന പോർഷൻ ഉണ്ടാകും, പുറമേയുള്ള പോർഷൻ ഉണ്ടാകും. ഈ പ്രഗ്നന്റ് ആകുമ്പോഴേക്കും നമ്മുടെ ഉള്ളിലുള്ള പോർഷൻ പുറത്തേക്ക് വരാനായിട്ട് തുടങ്ങും, പ്രൊജക്ട് ചെയ്ത് വരാനായിട്ട് തുടങ്ങും. ഇതൊരു സെക്കൻഡ് ട്രൈമസ്റ്ററിന്റെ മിഡിലൊക്കെ ആവുന്ന സമയത്തായിരിക്കും നിങ്ങൾക്ക് ഈ ഒരു ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നത് കേട്ടോ. ഇതുണ്ടാവുന്നത് നമ്മുടെ കുഞ്ഞ് വളരുന്നതിന്റെ ഭാഗമായിട്ടായിരിക്കും ഈ ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നത്. ആറാമത്തേന്ന് പറയുന്നത് നമ്മുടെ ചില ആളുകൾക്കൊക്കെ ബെല്ലി ബട്ടന്റെ ആ ഒരു സർക്കിൾ കറക്റ്റ് ആയിട്ടുണ്ടാകും. പൊക്കിളൊന്ന് കണ്ണാടിയിൽ നോക്കിക്കഴിഞ്ഞാൽ ആ സർക്കിൾ കറക്റ്റ് ആയിട്ട് ആ ബെല്ലി ബട്ടന്റെ അറിയാനായിട്ട് സാധിക്കും. എന്നാൽ മറ്റു ചിലർക്കെന്ന് പറയുന്നത് ആ സർക്കിൾ അങ്ങനെ അറിയാൻ പറ്റില്ല, ചെറിയൊരു വര പോലെയൊക്കെ ആയിരിക്കും നമുക്ക് അവിടെ കിടക്കുന്നത്. കാരണം സ്കിന്ന് വെച്ചിട്ട് ആ പോർഷൻ ഏകദേശം അങ്ങോട്ട് കവർ ആയിട്ടുണ്ടാകും. എന്നാൽ പ്രഗ്നന്റ് ആകുന്ന സമയത്ത് നിങ്ങൾക്ക് അങ്ങനെ സർക്കിൾ ആയിട്ടിരിക്കുന്ന ഒരു പോർഷനാണ് നിങ്ങളുടെ ബെല്ലി ബട്ടണെങ്കിൽ അത് ഭയങ്കര ഫ്ലാറ്റ് ആവാനായിട്ട് അനുഭവപ്പെടും. അതായത് നമുക്ക് അങ്ങനെ സർക്കിൾ അവിടെ ഇല്ല, സർക്കിൾ ഫോം അവിടെ ഇല്ല എന്നുള്ള രീതിക്ക് അതിന് മാറ്റം വരാനായിട്ട് തുടങ്ങും കേട്ടോ. ഇതൊക്കെ പ്രഗ്നന്റ് ആകുന്ന സമയത്ത് നിങ്ങൾക്ക് ഉണ്ടാവുന്ന മാറ്റങ്ങളാണ്. ഞാൻ പറഞ്ഞ ബാക്കിയുള്ള ലക്ഷണങ്ങളൊക്കെ നിങ്ങൾക്ക്, അതായത് ലാസ്റ്റ് പറഞ്ഞ രണ്ട് ലക്ഷണങ്ങളൊക്കെ നിങ്ങൾക്ക് ലാസ്റ്റത്തെ ട്രൈമസ്റ്ററിലും സെക്കൻഡ് ട്രൈമസ്റ്ററിന്റെ ആ ഒരു തുടക്കത്തിലും ഒക്കെ ഉണ്ടാവുന്ന കാര്യങ്ങളാണെങ്കിലും ആദ്യം പറഞ്ഞിരുന്ന ആ 4 ലക്ഷണങ്ങൾ വളരെ എളുപ്പത്തിൽ നിങ്ങൾക്ക് ഫസ്റ്റ് ട്രൈമസ്റ്ററിൽ തന്നെ ഫീൽ ചെയ്യുന്ന, ഏകദേശം നമുക്ക് പീരിയഡ്സ് ഡേറ്റ് മിസ്സാകുന്ന അടുപ്പിച്ച് തന്നെ നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്ന ലക്ഷണങ്ങളാണ്. ഈ ലക്ഷണങ്ങൾ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ ശരീരം മസ്റ്റായിട്ടും ശ്രദ്ധിക്കുക കേട്ടോ. പിന്നെ തുടക്കത്തിൽ പറഞ്ഞതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ ലക്ഷണങ്ങൾ ഒന്നുമില്ലെങ്കിലും നിങ്ങൾ വിഷമിക്കേണ്ട ഒരു ആവശ്യമില്ല. കാരണം ഒരുപാട് പേരുടെ ഈ ലക്ഷണങ്ങളൊക്കെ കാണാതെ വന്നു കഴിഞ്ഞാൽ പ്രഗ്നൻസി ഈ മാസവും ഇല്ലേ എന്ന് വിചാരിച്ച് വിഷമിക്കുന്ന ആളുകളുണ്ട്. നിങ്ങൾ ഒരിക്കലും അങ്ങനെ വിഷമിക്കേണ്ട ആവശ്യമില്ല. കാരണം ഒരു പ്രഗ്നൻസി ലക്ഷണവും ഇല്ലാതെ പ്രഗ്നന്റ് ആകുന്ന ഒരുപാട് പേരുണ്ട്. ഇൻ കേസ് എക്സ്പെക്ടഡ് പീരിയഡ് ഡേറ്റിൽ ബ്ലീഡിംഗ് വന്നതിന് ശേഷം ടെസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ പോസിറ്റീവ് ആയിട്ടുള്ള ആളുകളും ഉണ്ട്. ഇപ്പൊ നമ്മുടെ ചാനലിൽ കഴിഞ്ഞ ദിവസം ഒരു കമന്റ് വന്നിട്ടുണ്ടായിരുന്നു, പ്രഗ്നന്റ് ആണെന്ന് അറിഞ്ഞത് 1.5 മാസം പ്രഗ്നന്റ് ആയതിനു ശേഷമാണെന്ന്. കാരണം ആ കുട്ടി ശരിക്കും ഇറഗുലർ പീരിയഡ്സ് ആയിരുന്നു, ലക്ഷണങ്ങൾ ഒന്നും പറയത്തക്ക ഒരു ലക്ഷണവും ഉണ്ടായിരുന്നില്ല. എന്തോ ബുദ്ധിമുട്ട് വന്ന് ഹോസ്പിറ്റലിൽ പോയി ടെസ്റ്റ് ചെയ്ത് നോക്കിയപ്പോഴേക്കും പ്രഗ്നൻസി പോസിറ്റീവ്, അപ്പോൾ നോക്കിയപ്പോഴേക്കും 1.5 മാസം പ്രഗ്നന്റ്. അപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിക്കേ, അങ്ങനെയുള്ള ആളുകളും ഉണ്ട്. നമ്മുടെ ജീവിത രീതിയിൽ വരുന്ന വ്യത്യാസങ്ങൾ കൊണ്ടും നമ്മളുടെ ലൈഫ് സ്റ്റൈലിൽ ഉണ്ടാകുന്ന വ്യത്യാസങ്ങൾ കൊണ്ടും ഒക്കെയാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത്. അതായത് നമ്മുടെ ഭക്ഷണ രീതിയിലും നമ്മുടെ ജീവിത രീതിയിൽ ഉണ്ടാകുന്ന വ്യത്യാസങ്ങൾ കൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത്. അപ്പോൾ ഇത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. പീരിയഡ് ഡേറ്റിൽ നിങ്ങൾക്ക് ബ്ലീഡിംഗ് വരുന്നുണ്ടോ, ബ്ലീഡിങ്ങിന്റെ ക്വാണ്ടിറ്റി എത്രത്തോളമാണ്, ഇങ്ങനെയുള്ള കാര്യങ്ങളും നിങ്ങൾ ശ്രദ്ധിക്കുക കേട്ടോ. അത്രയേ ഉള്ളൂ വീഡിയോ. യൂസ്ഫുൾ ആയി കാണുമെന്ന് വിശ്വസിക്കുന്നു. യൂസ്ഫുൾ ആവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ്സിൽ ചോദിക്കുക. പണ്ടത്തെ വീഡിയോയ്ക്ക് കമന്റ്സ് ഇടുന്നവർക്ക് റിപ്ലൈ ലഭിക്കുന്നില്ലെങ്കിൽ ലേറ്റസ്റ്റ് ആയിട്ട് ഞാൻ ഏത് വീഡിയോ ആണ് അപ്ലോഡ് ചെയ്യുന്നത് അതിന് താഴെ കമന്റ് ഒന്ന് കോപ്പി പേസ്റ്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അതുപോലെ ഓവുലേഷൻ ഡേറ്റ് കാൽക്കുലേറ്റ് ചെയ്ത് തരാനായിട്ട് റിക്വസ്റ്റ് ചെയ്യുന്ന ആളുകൾ എത്രയാണോ സൈക്കിൾ ലെങ്ത് അത് മെൻഷൻ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക.
സൈക്കിൾ ലെങ്ത് എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത് ഓരോ മാസവും എത്ര ദിവസം കൂടുമ്പോഴാണോ ബ്ലീഡിങ് വരുന്നത് അതാണ് സൈക്കിൾ ലെങ്ത്. കഴിഞ്ഞ മാസം ഒരു 8-ാം തീയതിയാണ് ബ്ലീഡിങ് ആയതെങ്കിൽ ഈ മാസം 6-ാം തീയതിയാണ് ബ്ലീഡിങ് ആയതെങ്കിൽ കഴിഞ്ഞ മാസം 8-ാം തീയതി മുതൽ ഈ മാസം 6-ാം തീയതി വരെ എത്ര ദിവസമുണ്ടോ അത് കാലണ്ടറിൽ എണ്ണി തിട്ടപ്പെടുന്നതാണ് നിങ്ങളുടെ സൈക്കിൾ ലെങ്ത്. സൈക്കിൾ ലെങ്ത് നമ്മൾ കൃത്യമായിട്ട് കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ ഓവുലേഷൻ ഡേറ്റ് എളുപ്പത്തിൽ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ആപ്ലിക്കേഷൻസും ഒരുപാട് ഓൺലൈൻ ആയിട്ടുള്ള വെബ്സൈറ്റുകളും ഇന്ന് നമുക്ക് അവൈലബിൾ ആണ്. പ്ലേ സ്റ്റോറിൽ പോയിട്ട് ഓൺലൈൻ ഓവുലേഷൻ ട്രാക്കർ എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ആപ്ലിക്കേഷൻസ് കിട്ടും. അത് പറ്റുന്നില്ല എങ്കിൽ ഗൂഗിളിൽ പോയിട്ട് ഓൺലൈൻ ഓവുലേഷൻ കാൽക്കുലേറ്റർ എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വെബ്സൈറ്റുകൾ നിങ്ങൾക്ക് കിട്ടും. അതിൽ നിങ്ങളുടെ ലാസ്റ്റ് മന്തിലെ മെൻസ്ട്രേഷന്റെ ഡേറ്റും ഒപ്പം ഞാൻ ഈ പറഞ്ഞ രീതിക്ക് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുന്ന സൈക്കിൾ ലെങ്ത്തും എൻ്റർ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് ഓവുലേഷൻ ഡേറ്റ് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. ഫെർട്ടൈൽ ടൈം പീരീഡും നിങ്ങൾക്ക് കിട്ടും. അതായത് എത്ര ദിവസം മുതൽ കോണ്ടാക്ട് ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾ പ്രഗ്നന്റ് ആകും എന്നുള്ളൊരു ഡേറ്റും നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് കിട്ടും കേട്ടോ. ഇത് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് സൈക്കിൾ ലെങ്ത് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ആ ഒരു കലണ്ടറിൽ നോക്കി തന്നെ നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുക. പല മാസങ്ങളിലും 30-31 ദിവസമുണ്ട്, അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. ഒപ്പം നിങ്ങൾക്ക് ബ്ലീഡിങ് തുടങ്ങിയ ദിവസത്തിന് വേണം നിങ്ങൾ ഡേ 1 ആയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട്. സ്പോട്ടിങ് തുടങ്ങിയ ദിവസത്തിനെ, അതായത് ചെറുതായിട്ട് ഡിസ്ചാർജ് പോയി തുടങ്ങിയ ദിവസത്തിനെ നിങ്ങൾ കൺസിഡർ ചെയ്യേണ്ട ആവശ്യം ഇല്ല കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ. അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.